കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കെന്ന് പറഞ്ഞ് നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ഇടുക്കി സ്വദേശി സോണിയ സെബാസ്റ്റ്യൻ അറസ്റ്റിൽ. എറണാകുളം ടൗൺ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മെയ് 1 തൊടുപുഴയിൽ നിക്ഷേപം സ്വീകരിക്കാൻ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനത്തിന് തൊട്ടുമുൻപാണ് സോണിയയുടെ അറസ്റ്റ്. നിലവിൽ നവഭാരത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്തിവരികയായിരുന്നു സോണിയ സെബാസ്റ്റ്യൻ. ഹൈക്കോടതിയും സെഷൻസ് കോടതിയും ജാമ്യം തള്ളിയിട്ടും സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതി സോണിയ സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കുകയായിരുന്നു എറണാകുളം പോലീസ്. ആദ്യം ജില്ലാ കോടതി സോണിയ സെബാസ്റ്റ്യന്റെ ജാമ്യം തള്ളി. എന്നിട്ട് എറണാകുളം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തില്ല. തുടർന്ന് ഇവർക്ക് ഹൈക്കോടതിയിൽ പോകാനുള്ള സേഫ് സോൺ കൊച്ചിയിലെ ഉന്നത പോലീസുകാരുടെ മനസ്സലിവിലൂടെ ഒരുക്കി കൊടുത്തു. അങ്ങനെ 50 ലക്ഷം രൂപ പാവപ്പെട്ടവരെ ചതിച്ച് കൈക്കലാക്കിയ സോണിയ സെബാസ്റ്റ്യൻ എന്ന സ്ത്രീ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു. മാർച്ച് 26 ഹൈക്കോടതിയും ഇവരുടെ മുൻകൂർ ജാമ്യം തള്ളി. പോലീസിനെതിരെ ഇത്തരത്തിൽ കടുത്ത വിമർശനം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. അതിനിടെ കേസ് നിലവിലിരിക്കെ മറ്റൊരു ബാങ്ക് തുറന്ന നിക്ഷേപ സമാഹരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് തൊടുപുഴയിൽ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് അറസ്റ്റ്. സോണിയ വേറെയും സാമ്പത്തിക തട്ടിപ്പ് പരാതികളിൽപ്പെട്ട ആളാണ്. ആറ്റിങ്ങൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ സ്ത്രീക്കെതിരെ CC 307/2003 ആയി മറ്റൊരു കേസും നിലവിലുണ്ട്. ഇതും ചീറ്റിംഗ് കേസാണ്. തുടർച്ചയായ അവധികളിൽ കോടതിയിൽ സോണിയ സെബാസ്റ്റ്യൻ ഈ കേസിലും ഹാജരായിട്ടില്ല. ആറ്റിങ്ങൽ കോടതിയിലുള്ള പോലീസ് എടുത്തിട്ടുള്ള ചീറ്റിംഗ് കേസ് മെയ് 7 അടുത്ത അവധിക്ക് വെച്ചിരിക്കുകയാണ്. 2023 കേസ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് സോണിയ സെബാസ്റ്റ്യൻ കൊച്ചിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ പറ്റിച്ച് 50 ലക്ഷം വാങ്ങിയത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് നിക്ഷേപം എന്ന് പറഞ്ഞ സോണിയ സെബാസ്റ്റ്യൻ കൊച്ചിയിലെ ഉമേഷ് കുമാർ എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ നിന്നും അക്കൗണ്ട് വഴി 50 ലക്ഷം രൂപ വാങ്ങിക്കുകയായിരുന്നു. എല്ലാറ്റിനും തെളിവ് കൃത്യം. 50 ലക്ഷം രൂപ വാങ്ങിച്ചത് തട്ടിപ്പുകാരി സോണിയ സെബാസ്റ്റ്യന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോയി. എന്നാൽ ഈ തുകയുമായി സോണിയ മുങ്ങുകയായിരുന്നു. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 50 ലക്ഷം രൂപ സോണിയ നിക്ഷേപിച്ചില്ല. ഇത്തരത്തിൽ പരാതിക്കാരനെ പച്ചയ്ക്ക് ചതിച്ച സോണിയ വില്ലത്തിയായി. സോണിയ മാത്രമല്ല, നിധിൻ, ഗിരീഷ്, അലൻ, അലക്സ് തുടങ്ങിയവരും 50 ലക്ഷം തട്ടിപ്പ് നടത്തിയ കേസിൽ കൂട്ടുപ്രതികളാണ്. സോണിയ സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്താതെ കൊച്ചിയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയാണ് എന്ന ആരോപണം നിലനിൽക്കുകയായിരുന്നു. ഹൈക്കോടതി അറസ്റ്റ് ചെയ്യാൻ പച്ചക്കൊടി നൽകിയിട്ടും സോണിയയ്ക്ക് മുന്നിൽ കൊച്ചിയിലെ പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരും നടുവ് കുനിച്ച് ഓച്ഛാനിച്ച് നിൽക്കുകയായിരുന്നു. ഹൈക്കോടതിക്കാണോ വില, അതോ തട്ടിപ്പ് കേസിലെ പ്രതി സോണിയയ്ക്കാണോ കൊച്ചിയിലെ പോലീസ് വില കൽപ്പിക്കുന്നത് എന്ന ചോദ്യവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നതാണ്. എന്തായാലും ഈ ഒരു വിമർശനങ്ങളെ തുടർന്ന്, ഈ ഒരു പരാതികളെ തുടർന്ന് എന്തായാലും ഇപ്പോൾ കേരള പോലീസ് സോണിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രമാത്രം പ്രവൃത്തികൾ ഉൾപ്പെട്ട സോണിയക്കെതിരെ ഹൈക്കോടതിയിലുള്ള പരാമർശങ്ങൾ ഇങ്ങനെയാണ്: പ്രതി സോണിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ആവശ്യം. മാത്രമല്ല, മുൻകൂർ ജാമ്യം നൽകിയാൽ ഇവർ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും സാക്ഷികളെ സ്വാധീനിക്കുകയും ചെയ്യും. അന്വേഷണം നടന്നുവരുന്ന അവസ്ഥയിൽ സോണിയെ സ്വതന്ത്രയാക്കി ജാമ്യം നൽകി വിടാൻ പാടില്ല. ഈ നിരീക്ഷണങ്ങൾ കോടതി അംഗീകരിച്ച് സോണിയ സെബാസ്റ്റ്യന്റെ മുൻകൂർ ജാമ്യം തള്ളുകയായിരുന്നു. ഹൈക്കോടതി ഇത്രമാത്രം ഗൗരവത്തിലെടുത്ത കേസിൽ എന്നിട്ടും കൊച്ചി പോലീസ് തട്ടിപ്പ് കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന പരാതിക്കാണ് ഇപ്പോൾ ഒരു മറുപടി ലഭിച്ചിരിക്കുന്നത്. സോണിയ സെബാസ്റ്റ്യന്റെ കീഴിലാണ് കൊച്ചിയിലെ പല പോലീസ് ഉദ്യോഗസ്ഥരും എന്നിവരെ ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിനിടെ 2 ചീറ്റിംഗ് കേസിൽ ഹാജരാകാതെ മുങ്ങി നടന്ന സോണിയ അടുത്ത ഒരു ബാങ്കിംഗ് സ്ഥാപനം കോതമംഗലത്ത് തുറന്നു. NBCS എന്ന നവഭാരത് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണത്. ഇതും കേരളത്തിൽ ലൈസൻസ് ഇല്ലാതെയാണ് എന്നായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ. 2 സാമ്പത്തിക തട്ടിപ്പിൽ പ്രതിയായി അറസ്റ്റും ജയിലും കാത്തുകഴിയുന്ന ആളാണ് വീണ്ടും അടുത്ത ധനകാര്യ സ്ഥാപനത്തിലേക്ക് ആളുകളെ ചേർത്തതും നിക്ഷേപം സ്വീകരിച്ചതും. 2 കോടി ലോൺ തരാം, ആദ്യം 50 ലക്ഷം രൂപ നിക്ഷേപിക്കൂ എന്ന ഓഫറും വ്യവസായികൾക്കും മറ്റും ഇവർ നൽകിയിരുന്നു. മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ മാത്രം പ്രവർത്തിക്കാൻ അനുമതിയുള്ള സൊസൈറ്റിയുടെ പേരിൽ വ്യാപകമായി കേരളത്തിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കാനായി വിവിധ ഇടങ്ങളിൽ ബ്രാഞ്ചുകൾ തുറക്കുകയാണ് നവഭാരത് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 2 സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി വീണ്ടും സാമ്പത്തിക സ്ഥാപനങ്ങളുടെ പേരിൽ കോതമംഗലത്ത് ഓഫീസ് തുറന്ന് നിക്ഷേപം ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് വലിയ രീതിയിലാണ് വിമർശനത്തിന് കാരണമായത്. ഇത് ഉണ്ടായത് കേരളത്തിന്റെ പോലീസിന്റെ വീഴ്ച മൂലമാണ് എന്ന ആരോപണവും ശക്തമായിരുന്നു. അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കേണ്ട പ്രതി വീണ്ടും മറ്റൊരു സ്ഥാപനം തുറന്ന് നിക്ഷേപം വീണ്ടും സ്വീകരിക്കുന്നതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ ഉയർന്നിരുന്നത്. എന്തായാലും ഇന്നത്തെ സോണിയയുടെ അറസ്റ്റിലൂടെ ഈ ആക്ഷേപങ്ങൾക്ക് ഒരു മറുപടി ലഭിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.